അപ്പൊ വയല് കേട്ടിട്ട് എല്ലാവരുടെ മൊബൈലിലും വയലുണ്ട്, ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസാനുണ്ടോ? പണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ മൊബൈലിന്റെ അകത്ത് പാട്ട്, ആൽബത്തിന്റെ സോങ്ങുകള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമകള്, അല്ലെങ്കിൽ അതിന്റെ കോമഡികൾ, ഇത് എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ ഉണ്ടാകും. എന്നാൽ ഇന്നത്തെ ഏത് ആണിന്റെയും പെണ്ണിന്റെയും മൊബൈൽ എടുത്ത് നോക്കിയാൽ 100-90% പേരുടെയും മൊബൈലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ്, അത് വിഭാഗമൊന്നും ഞാൻ പറയണില്ല, അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉസ്താദിന്റെ 1 മിനിറ്റെങ്കിലും ഉള്ളൊരു പ്രസംഗം. കാരണം പ്രസംഗത്തിന്റെ വില മനസ്സിൽ ഇന്നിപ്പോ ടിക്ടോക്ക് പോലും പ്രസംഗമായി മാറിയിരിക്കാം. പ്രസംഗം പോലും ടിക്ടോക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന കാലം. പ്രസംഗം അത്രയും എല്ലാവരുടെ കയ്യിലുമുണ്ട്. അപ്പൊ പ്രസംഗത്തിനപ്പുറം ജീവിതത്തിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അതാ മുതൽക്കൂട്ട്. ആകെ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഈ മൈക്കിന്റെ മുന്നിൽ കിടന്ന് തൊണ്ട വെട്ടിയിട്ട് വിളിച്ചു പോകുമ്പോ വയല് മുഴുവനും എനിക്ക് നന്നാകാൻ വേണ്ടി, അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വയല് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നാൻ പാടില്ല. ഞാൻ വയല് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വയല് പറയുന്നത്. പക്ഷെ അവസാനം നിങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു നല്ല കാര്യം പറയും, അത് ആടെ ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര കോടി നന്മ? ഒന്ന് പറഞ്ഞങ്ങാതിമാരെ, എത്ര കോടി നന്മ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര കോടി? 170 കോടി. 170 കോടി പോകട്ടെ, അല്ലെങ്കിൽ ഒരു 150 കോടി, എത്ര കൂട്ടിയാൽ മതി? 150-ഓ 160 കോടി കൂട്ടി. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾ, ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ തല അനുസരിച്ചിട്ട് അള്ളാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ നന്മ ചെയ്യാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ. അവസാനം പോരെ? 12 മണി, അതാണ് അതിന്റെ സമയം. ഒരു അടുത്ത അങ്ങ് ദുആയിക്ക് അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം 12 മണിയല്ലേ? അപ്പൊ അതുകൊണ്ട് ആ 12 മണിക്ക് ഇൻഷാ അല്ലാഹ് 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞ് മലക്കുകളെ കൊണ്ട് നന്മ എഴുതിപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അക്രമങ്ങളും, മനുഷ്യനെ, എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകൾ വളരെ മോശമായ രീതിയിൽ. നാൽക്കാലികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ ബൽഹും അളല്ല്, നാൽക്കാലികളെക്കാളും തരം താഴ്ന്നു പോകുമെന്ന ഖുർആൻ പറഞ്ഞത്. പച്ചയായ മനുഷ്യനെ, എന്റെ പ്രിയമുള്ളവരെ, ജീവനോടെ കത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ജനങ്ങളുടെ മധ്യത്തിലിട്ടുകൊണ്ട് പടച്ചവനെ, അതാ മനുഷ്യനെ, ഒരു ജീവനുള്ള മനുഷ്യനെ, വികാരവും വിചാരവും മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കൊണ്ടിട്ടും പഠിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ ധിക്കാരങ്ങൾ അധികരിച്ചപ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ ഖുർആനിന്റെ അകത്ത് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു ജലപ്രളയം കൊടുത്തു. തൂഫാൻ എന്ന് പറയുന്ന ഒരു ജലപ്രളയം കൊടുത്തിട്ട് അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, തലകീഴായി മറിച്ച വിഭാഗത്തിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം.
കോലം മറിച്ച് കളഞ്ഞ സമൂഹത്തിന്റെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിച്ചു, പടച്ചവൻ ഇതെങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ഞാനും ചിന്തിച്ചപ്പോ, ഞാനും നിങ്ങളും ചിന്തിച്ച് നടന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മങ്ങരാപുരത്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മഴ പെയ്താൽ വെള്ളം കയറുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത്. ഇന്നലത്തെ കോടീശ്വരൻ ഒന്നുമില്ലാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ കോടീശ്വരനായി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇട്ടിരുന്ന വസ്ത്രത്തോടെ ക്യാമ്പിന്റെ മുന്നിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഭക്ഷണ പൊതിയും കാത്തു നിൽക്കുന്ന രംഗം എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും മനുഷ്യൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി എത്രയൊക്കെ ഞാനും നിങ്ങളും പറഞ്ഞാലും ഏതൊരു മനുഷ്യനും അറിയാം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ, ഒന്നുമല്ല, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാ സഹോദര. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ എന്റെ കൂടപ്പിറപ്പുകളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുമല്ല, ഇനി വെടിക്കെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു സാമ്പിളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഒന്നുമല്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാ. നിങ്ങൾ ഇനി കാത്തിരിക്കാൻ പോകുന്നതൊരു വല്ലാത്ത ഒരു വരവും കാത്തായിരിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും ദുഃഖവും ദുരിതവും പീഡനങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് കള്ളമായി പോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ പറയുമായിരുന്നു, മ്യാൻമറിലെ കഥ പറയും, അവിടെ കൊന്നു, ഇവിടെ കൊന്നു, അങ്ങനെ കൊന്നു, ഇങ്ങനെ കൊന്നു. അതൊക്കെ മാറിയിട്ട് ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുകയാ. അതിന്റെ തുടക്കമാ ഇതൊക്കെ, അതിന്റെ തുടക്കമാ. ഇനി നമ്മളെ രക്ഷിക്കാൻ ഒറ്റ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇനി മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ ഇനി ഒരാളെ കൊണ്ടേ കഴിയൂ. ആരെ കൊണ്ട്? അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ആകെയുള്ള പോംവഴി ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ഈമാൻ അങ്ങോട്ട് നേരെയാക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. നിന്റെ ഈമാൻ, ആ ഈമാനിനെ, നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കലല്ലാതെ വേറെ ഒരു വഴിയും ഇനി നിന്റെ മുന്നിലില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നിന്റെ ഈമാൻ നീ അങ്ങ് ഉറപ്പിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിച്ചു, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീയൊക്കെ കരുതിയോ? ഞാനും അത് തന്നെയാ നിങ്ങളോട് ചോദിക്കുന്നത്. എന്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? ഇല്ല സഹോദര, കിട്ടൂല. എപ്പോഴെങ്കിലും പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ, ഇക്കാമത്ത് കൊടുക്കുമ്പോ ചാടിക്കേറി ഇമാമിന്റെ പുറകിൽ 4 വട്ടം തലം കുത്തി ചാടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് രണ്ടാമത്തെ സലാം പള്ളിയുടെ വെളിയിൽ വിട്ടണ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാ തോന്നണേ? എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള കാക്ക കുത്തുന്നത് പോലെ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗം ഒന്നല്ലേ ഉള്ളൂ? 100 സ്വർഗമുണ്ടെങ്കിലും, സ്വർഗത്തിന് 100 പദവി ഉണ്ടെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം ഒന്നേ ഉള്ളൂ. ആ സ്വർഗ്ഗത്തിൽ ആരാ കിടക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന അതേ സ്വർഗ്ഗവാ ഈ പത്തനാപുരത്തുകാരനായ സിറാജും ചോദിക്കുന്നത്, ഈ നാട്ടുകാരായി നിങ്ങളും ചോദിക്കുന്നത്. ആര് കിടക്കുന്ന സ്വർഗ്ഗം? നബി കിടക്കുന്ന സ്വർഗ്ഗം. യോഗ്യതയുണ്ടോ? ചിന്തിച്ചു നോക്ക്. അർഹതയുണ്ടോ സഹോദര? നമുക്ക് ചോദിക്കാനെങ്കിലും അതിനും ഒരു യോഗം വേണമല്ലോ, എന്തിനും ഒരു അർഹത വേണമല്ലോ. അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗം താ എന്ന് ചോദിക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആകെയുള്ള പോംവഴി, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിന്റെ ഈമാൻ നീ ഉറപ്പിക്കാതെ വഴിയുള്ളൂ. അള്ളാഹു തന്നെ പറഞ്ഞത്, ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ അതിനെപ്പോലെ നീയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിച്ചാൽ മാത്രമേ സ്വർഗ്ഗം ലഭിക്കൂ എന്ന് ഖുർആൻ പറയുമ്പോ, മനസ്സും ശരീരവും തയ്യാറാക്കി ശുദ്ധമാക്കി എല്ലാവരും ഒരുങ്ങിക്കോ. ഇനി പീഡനങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ.
ആരെയും ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉസ്താദേ, അതങ്ങ് നടക്കുന്നത് UP-യിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, ഇവിടെയല്ലേ? അല്ല സഹോദര, നാളെ നിന്റെ വീടിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കാൻ പോവാ. അതുകൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ്. രാജ്യത്തിന്റെ ഭരണം പിടിച്ചു പറ്റാനോ അധികാര സ്ഥലങ്ങളിൽ കയറുവാനോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈമാൻ ഉറപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും, എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ട്. എല്ലാവരും പറയാറുണ്ട് നമുക്ക് ഈമാനുണ്ടെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ലാഭം പകലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, യഥാർത്ഥ ഒരു മുസ്ലിം ഉണ്ടല്ലോ, അവനെ കാണുമ്പോ തന്നെ പറയും അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ള മതസ്ഥര് പോലും പടച്ചവനെ പറയാറുണ്ട് അവനൊരു യഥാർത്ഥ വിശ്വാസിയാണ്. കാരണം ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ വഅദ് കേട്ടിട്ടല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ ഉള്ള വഅദ് കേട്ടിട്ടല്ല. ഒരു തന്റെ അയൽവാസിയായ ഒരു മുസ്ലിമിന്റെ ജീവിതം കാണുമ്പോൾ, അല്ലാഹുവേ, ആ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാം. ഒരുപാട് ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട്, മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ സ്വഹാബികളതാ നേരത്തെ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പതിവില്ലാതെ പള്ളിയുടെ മുന്നിൽ സ്വഹാബത്ത് കാത്തു നിൽക്കുകയാ. എന്താണ് കാരണമെന്നറിയില്ല. എല്ലാവരും അത്ഭുതത്തോടുകൂടി മുത്തുനബി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ മുന്നിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. പ്രവാചകനതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മുത്തുനബി കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഒരു മനുഷ്യനെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനതാ അടുത്തേക്ക് ചെന്ന് നോക്കി. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നതെന്നറിയുമോ? സുമാമത്ത് ബിനു സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? എന്റെ പ്രിയമുള്ളവരെ, യമാമയിലെ ഒരു ഏറ്റവും വലിയ നേതാവാണ്. പടച്ചവനെ, വല്ലാത്ത സമ്പന്നനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മനുഷ്യനാരെന്നറിയുമോ? സഹാബികൾ പറഞ്ഞു, അറിയാ യാ റസൂലല്ലാഹ്, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ്. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുവാണ്. ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാണ്. അതുകൊണ്ട് പടച്ചവന് ഞങ്ങൾക്ക് ഇവനെ അറിയാം. അതുകൊണ്ടാണ് അതാ ഇവനെ കെട്ടി പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. അനുവാദം താനബിയോ. സ്വഹാബികൾ തന്റെ ഉറകിൽ കിടക്കുന്ന വാളിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവനെ കൊല്ലാൻ പറഞ്ഞാൽ ആദ്യം എനിക്ക് കൊല്ലണമെന്ന് കരുതിയിട്ട്, കാരണം
സ്വഹാബത്ത് ഇങ്ങനെ അതാ തന്റെ പുറകിൽ കിടക്കുന്ന വാളിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൻ അത്രയ്ക്കും വലിയ അത്രയ്ക്കും വലിയ ദ്രോഹം ചെയ്തവനാണ്. ഒരുപാട് സ്വഹാബികളെ കൊന്നവനാണ്. ഇസ്ലാമിന് ഒരുപാട് നഷ്ടം വരുത്തിയവനാണ്. ഒരുപാട് പേരെ കണ്ണുനീര് കുടിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള പടച്ചവന് സുമാബത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നവനെ പള്ളിക്കകത്ത് കൈകാലുകൾ കെട്ടിയിട്ടിട്ട് അവനെ കൊല്ലാൻ മുത്തുനബി പറയുന്നത് കാത്തിട്ട് തന്റെ പുറകിൽ കിടക്കുന്ന വാളിന്റെ മുകളിൽ കൈവച്ചിട്ട് നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? യാ സ്വഹാബാ, ഉസാലിനെ അടിച്ചു വിട് സഹാബാ. അതാ അവിടത്തെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടങ്ങടിക്കാ പറയുകയാണ്. അവിടത്തെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന കെട്ടുകളെ സഹാബത്തടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഈ മനുഷ്യന് നിങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ കൊടുക്കണേ. നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും നല്ല ഭക്ഷണം വേണം കഴിക്കാൻ കൊടുക്കാറ്. എന്നിട്ട് രാവിലെയും വൈകിട്ടും ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ സ്വഹാബികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് സ്വഹാബികളെ കൊന്നവന് ആഹാരം കൊടുക്കാനും അവന് പാല് കൊടുക്കാനുമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. നബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, രാവിലെയും വൈകിട്ടും ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം, കടിക്കാതല്ല ഭക്ഷണം കൊടുക്കണം. അതാ പള്ളിക്കകത്ത് ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമത്തെ ദിവസം പള്ളിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, സുമാമത്ത് ബിൻ ഉസാലിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കൂടെ? നിനക്കൊന്ന് മുസ്ലിമായി കൂടെ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ്, നിനക്ക് കൊല്ലണമെങ്കിൽ എന്നെ വെട്ടിമുറുക്കിക്കൊന്നു. അതിനുള്ള അധികാരം നിനക്കുണ്ട്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ കൊന്നവനാണ്. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാറില്ല. എനിക്ക് നിങ്ങളെ വല്ലാത്ത വെറുപ്പാട്, അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മുത്തുനബി കടന്നു വന്നിട്ട് സുമാമയോട് ചോദിക്കുന്നു, സുമാമ, നിനക്കൊന്ന് മുസ്ലിമായി കൂടെ സുമാമ? മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞ മറുപടി ഞാനില്ലെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്ലിഫു സുമാമ, ഒരാളും സുമാമയെ തൊടാൻ പാടില്ല, ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല, മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാറിനിക്ക് സഹാബ. മൂന്നാമത്തെ ദിവസം പള്ളിയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. സഹാബികൾ പടച്ചവരെ അത്ഭുതത്തോടെ അവർ നോക്കി നിൽക്കുകയാ. തങ്ങളുടെ കൂടെയുള്ള ഒരുപാട് കൂടപ്പുറപ്പുകളെ തലകരത്ത് കൊന്നുകളഞ്ഞ അതാ ശത്രു കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാളും ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഇറക്കി വിട്ടു. അല്ലാഹുവിന്റെ പ്രവാചകന് ആ മനുഷ്യനിങ്ങനെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. നബിയുടെ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. പടച്ചവരെ ചിരിച്ചതെന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചിരിക്കാനുള്ള കാരണം എന്താ? പ്രവാചകനറിയാ, അല്ലാഹുവിന്റെ റസൂലിനറിയാ, സുമാമത്ത് ബിൻ ഉസാൽ തിരിച്ചു വരുമെന്ന്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകർ 3 ദിവസം പള്ളിക്കകത്ത് കിടത്തിയതെന്നറിയോ? ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാ. ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി, ഒരു മുസ്ലിമാരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ ആ മനുഷ്യൻ 3 ദിവസം പള്ളിക്കകത്ത് കിടന്നു. എല്ലാവരും അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അതാ അധികാരമുള്ളവനെന്നോ അടിമയെന്നോ വേർതിരിവില്ല. എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടുകൂടി പള്ളിക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. എന്തൊരു ഒത്തൊരുമയെന്നറിയുമോ? അല്ലാഹുവേ എന്തൊരു ഐക്യം
ചെയ്യുമെന്നറിയുമോ? എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് പല പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, അവർ സ്വലാത്തുകൾ പറയുന്നു, അവർ ദുആ ചെയ്യുന്നു. അവിടെ ആരെയും കൊല്ലണമെന്ന് പറയുന്നില്ല, അവരെ മോശമായതെന്നും പറയുന്നില്ല. എല്ലാവരും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ കൈമാറി, വിശേഷങ്ങൾ അന്വേഷിച്ചു. അവരെല്ലാവരും സ്നേഹത്തോടെ ഇങ്ങനെ 3 ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ടിട്ടാണ് വിശാല ഇറങ്ങിപ്പോയത്. കുറെ സമയം കഴിഞ്ഞു. സ്വഭാവത്തിന് വിശാലെന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പോയി കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, മുഹമ്മദ് എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഉസാമത്ത് ബിൻ ഉസാര പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പ് നിങ്ങളെയായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തത് നിങ്ങളെയായിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് നിങ്ങളുടെ നാടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അങ്ങയുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, പ്രിയമുള്ള സഹോദരാ, ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാ. എന്റെ ജീവിതം മറ്റുള്ളവർ നോക്കുന്നുണ്ട്. സാധാരണ പോലെയല്ല, സാധാരണ ആൾക്കാരെ പോലെയല്ല. ഒരു മുസ്ലിമിനെ മറ്റുള്ളവരിങ്ങനെ വീക്ഷിക്കുകയാണ്. ഈ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? എന്റെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ ഓരോ പ്രവർത്തനങ്ങളും അവരെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് നടന്നാ പോരാ. നിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, നിന്റെ മുഖത്ത് പ്രകാശിക്കണം മുസ്ലിമേ. എന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഈമാനുണ്ടല്ലോ, ആ ഈമാനിന്റെ പ്രകാശം നിന്റെ മുഖത്ത് കാണണം. കാണുമ്പോ പറയണം നീ ഒരു മുസ്ലിമാണെന്ന്. നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ ചൈതന്യമുണ്ടല്ലോ. ചിലരുടെ മുഖത്ത് കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടവരാ. ചിലപ്പോൾ അവര് ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവര് അവര് മരണപ്പെടുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, എത്രയോ പേര് മരിച്ചു കിടക്കുന്ന രംഗം കണ്ടവരാ. 14 രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ, എന്റെ പ്രിയമുള്ളവരെ, കറുത്ത് കിടന്ന മനുഷ്യൻ പോലെ, സൗന്ദര്യമില്ലാതെ മുഖമെല്ലാം കറുത്ത് കിടന്ന മനുഷ്യൻ പോലെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ മുഖത്തൊരു മഞ്ഞ നിറം നീ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവരാ. നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മെത്തബയിലെ ജബ്ബാർ ഉസ്താദിന്റെ മുഖം കണ്ടവര്, ആ മുഖത്തെ പ്രകാശം കണ്ടവരല്ലേ, ആ മുഖത്തെ ചിരി കണ്ടവരല്ലേ, ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടവരല്ലേ? കൊതി തോന്നിയിട്ടില്ലേ സഹോദരാ? കൊതി തോന്നിയിട്ടില്ലേ പെങ്ങള്? കൊതി കണ്ടിട്ടില്ലേ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഹൃദയത്തിലുള്ള ഈമാനിന്റെ മുഖത്ത് കാണണം സഹോദരാ. ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, എന്റെ മുഖത്ത് തെളിയണം ചെറുപ്പക്കാരാ. അത് വെറുതെ തെളിയില്ല, അത് വെറുതെ തെളിയില്ല. തോന്നുന്നത് പോലെ നടന്നാൽ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ നടന്നാൽ, മോനെ, ഒരിക്കലും നിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, ആ ഈമാനിന്റെ ചൈതന്യമുണ്ടല്ലോ, അത് നിന്റെ മുഖത്ത് പ്രകാശിക്കാറില്ല. അത് പ്രകാശിപ്പിക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. ഒരു കടുകുമണിയുടെ അളവാണെങ്കിൽ, പഠിച്ചവനെ ഒരു ചെറിയ ഒരു തീയിലെ തരിയാണെങ്കിലും അതിനെ ഊതി 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 ഊതി
അതിനെ നീ പ്രകാശിപ്പിക്കണം ചെറുപ്പക്കാരാ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നബി പറയുകയാണ്, 5 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ഈമാൻ പ്രകാശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, ഒരു മുസ്ലിമിനെ കണ്ടാ പറയും അവൻ മുസ്ലിമാ. കാരണം എന്തേ? അവൻ 5 നേരം കൃത്യമായി നിസ്കരിക്കും. അവന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അവനിൽ കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ചിലരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അൽഹംദുലില്ലാഹ് ഒരു ഈമാനിന്റെ ചൈതന്യം. അറിയാതെ കൈ പിടിക്കും. ചില ആൾക്കാരെ കണ്ടാൽ അവന്റെ മുഖത്ത് കാണാൻ ഒരു പ്രകാശം, ഒരു ഈമാനിന്റെ പ്രകാശം മുഖത്ത് കാണാൻ കഴിയും. അല്ലാഹു ആ പ്രകാശം മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എന്റെയും നിങ്ങളുടെ ഈ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോ കാണിച്ചില്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോഴെങ്കിലും. ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ നമുക്ക് കൊതി തോന്നാറുണ്ട്. പടച്ചോൻ ഇതെന്താ ചോദിക്കാറുണ്ടല്ലോ. ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കിട്ടാൻ ഇവൻ എന്താ ചെയ്തേ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാരികൾ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കുടുംബക്കാർ, ചിലപ്പോ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഒരുപാട് സൽക്കർമ്മൊന്നും ചെയ്യാത്ത മനുഷ്യനായിരിക്കും. എപ്പോഴെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഇങ്ങനെ നടക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷെ അവന്റെ മയ്യത്ത് കാണുമ്പോ ചോദിക്കുക, എന്താണ് ഇവൻ അള്ള ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ കാരണം? ഇവൻ എന്ത് ചെയ്തതിന്റെ പേരിലാ റമദാനിന്റെ 27-ാം രാവിലെ എന്റെ പ്രിയമുള്ളവരെ മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്, അറഫാ ദിവസം മരിക്കാൻ ഭാഗ്യം കിട്ടിയത് ചോദിക്കാറില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. അല്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മുഖം പ്രകാശിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മരിച്ചു കിടക്കുമ്പോ ഒരു മഞ്ഞ നിറം ഉണ്ടാകണം മുഖത്ത്. അതൊരു വല്ലാത്തതാ. വെളുപ്പല്ല, ഒരു വല്ലാത്ത ഒരു പ്രകാശം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു തരി, ഒരു ചെറിയ ഒരു കണലുണ്ട്. ആ കണലിനെ നമുക്ക് ഊതി 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 പ്രകാശിപ്പിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കണമെങ്കിൽ 5 കാര്യം ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതേപോലെ ലൈറ്റ് പോയോ? ലത്തീഫ് ലൈറ്റ് പോയതാണോ? ആ കുഴപ്പമില്ല, നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടല്ലോ, അത് വെച്ച് കണ്ടാൽ മതി. ഏറ്റവും നല്ല ഇപ്പൊ ലൈറ്റ് ഇടണ്ട, അതങ്ങനെ കിടക്കട്ടെ. ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ, ഇല്ലേ മനുഷ്യന്മാരെ? ഇല്ലേ? ഈ പ്രകാശം ഇതിലങ്ങ് കണ്ടാൽ മതി. ഇതാണ് യഥാർത്ഥ പ്രകാശം. അള്ളാഹു പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. ഇങ്ങനെ ഒരേ പറയുന്ന 5 കാര്യം അങ്ങോട്ട് ജീവിതത്തിൽ ചെയ്താൽ നല്ലതുപോലെ പ്രകാശിപ്പിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. കൂടെ കൂടുവല്ലേ? പറ ചങ്ങായിമാരെ, കൂടുവല്ലേ? നിങ്ങളുടെ കൂടെ ഞാൻ കുറെ കാലം കൊണ്ട് വഴുത് പറയാം. നിങ്ങൾക്ക് മലയാളം മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ഭാഷ ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവാഞ്ഞിട്ടാ. ഇൻഷാ അല്ലാഹ് കൂടെ കൂടുവല്ലേ? ഈ പറയുന്ന 5 കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിച്ച് നോക്ക്. ഈ പറയുന്ന നീ തലകുത്തിയൊന്നും നിൽക്കണ്ട. നീ വിചാരിക്കും പടച്ചോനെ ഞാനിപ്പോ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്നോ സദക്ക കൊടുക്കണം, ഇതൊന്നും അല്ലട്ടാ, ഇതൊന്നുമല്ല. ഈ പറയുന്ന 5 കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിക്ക്. കാണുമ്പോ മനസ്സിലാകും അവനൊരു യഥാർത്ഥ വിശ്വാസിയാ, അവളൊരു മുഅ്മിന എന്ന് കാണുന്നവര് പറയുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വഅദിന്റെ സദസ്സുകളിൽ വന്നിരുന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോ, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും എല്ലാം വഅദ് കേൾക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയവും മാറ്റവും ഉണ്ടാകാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടല്ലോ, അല്ലാഹുവേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു സഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ ഈ സ്വഹാബി ഇങ്ങനെ നിലവിളിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവേ,
എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഹല്ലല മുനാഫിക്കായത്? അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓരോ സഹാബികളും കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെയാ മുനാഫിക്കായത്? അവിടെ നിന്ന് പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് നരകവും ഖബറും പരലോകവും മഹ്ശറയും എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് പറയുമ്പോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ